ഹായ് ഫ്രണ്ട്സ്, ക്രേസി ജോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പാചകം ചെയ്യാൻ പോകുന്നത് നല്ല എല്ല് കറിയാണ്. നല്ല ഫ്രഷ് പോത്തിന്റെ എല്ലാണ്. അപ്പോൾ മഞ്ഞളിട്ട് വേണം നമുക്ക് എല്ല് ഒന്ന് വൃത്തിയാക്കാൻ. ആദ്യമായി നമുക്ക് എല്ലൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ മസാല ഏകദേശം നല്ല രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ വെച്ച് 2 വിസിൽ കേൾക്കത്തക്ക രീതിയിൽ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. എല്ലുകറിക്ക് ആവശ്യമായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, സവാള ഒരു 4 കറിവേപ്പില ആവശ്യത്തിന്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇന്ന് നമ്മൾ എല്ലുകറി വെക്കാൻ പോകുന്നത് വിറകടുപ്പിലാണ്. ആദ്യമായി നമുക്ക് വിറകൊക്കെ വെച്ച് അടുപ്പൊന്ന് നല്ല രീതിയിൽ കത്തിക്കാം. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നല്ല നാടൻ ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അല്പം പെരുംജീരകം, കുരുമുളക്. ഇപ്പൊ കടുക് ഏകദേശമൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 സവാള ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ആവശ്യത്തിന് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സവാളയൊക്കെ ഒന്ന് വഴന്നു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവാളയും കുഞ്ഞുള്ളിയും ഒക്കെ ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം സവാളയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. മല്ലിപ്പൊടി 5 ടീസ്പൂൺ. നമ്മൾ എല്ല് വേവിക്കാൻ നേരം ആവശ്യത്തിന് മുളക് പൊടിയും കുരുമുളകും ഒക്കെ ചേർത്താണ് നമ്മൾ വേവിച്ചത്. ഇത് സവാള ഒന്ന് വഴഞ്ഞു കിട്ടുന്നതിനും ആ ഒരു മസാലക്കൂട്ടിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത്രയും മസാലകൾ ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം ഗരം മസാലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാല പൊടി. അങ്ങനെ നമ്മുടെ 2 വിസിലടിച്ച് ഏകദേശമൊക്കെ ഒന്ന് എല്ലേന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനി ഇതിലേക്ക് മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ല് ഓൾറെഡി മസാലയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ല് വേവിക്കാൻ നേരം ഇതിൽ വെള്ളമൊന്നും ചേർത്തിരുന്നില്ല. ഏകദേശം ഇറച്ചിയിലുണ്ടായിരുന്ന വെള്ളമാണ് കുക്കറിൽ നമ്മളിത് 2 വിസിലടിച്ചപ്പോൾ ഇതിനകത്ത് ഏകദേശം വന്നത്. ആ വെള്ളം തന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് അഡീഷണൽ വെള്ളം ചേർക്കാം. നമുക്കിതിന് ചെറു തീയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കാരണം ഈ അരപ്പിലെ എല്ലാം ഈ ഇറച്ചിയിലൊന്ന് പിടിക്കുന്നതിനും ഉപ്പും എരിവും ഒക്കെ ഒന്ന് പിടിക്കാൻ അത് ചെറു തീയിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ.
അപ്പോൾ ഏകദേശം എല്ലുകറിയൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ബീഫ് പോലുള്ള വിഭവങ്ങൾ വെക്കുമ്പോൾ നമ്മൾ കായപ്പൊടി അത്യാവശ്യം ചേർക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല എല്ലുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കപ്പ വേവിച്ചതിൻ്റെ കൂടെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് കഴിക്കാം. അങ്ങനെ നമ്മളുടെ എല്ലുകറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.